പ്രണയസാഗരം അധ്യായം 19. നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയാലേ ഉടൻ തന്നെ അവിടെയുള്ള മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം കേട്ടോ. ശരി സർ, ഉടനെ തന്നെ ചെയ്യാം. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞുപോയി റഫീഖ്. ആരോടാണ് പറയുക, എന്താണ് പറയുക? ഉപ്പയോട് എന്തു പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കുക? ആ മനുഷ്യന് ഇതുകൂടി താങ്ങാനുള്ള ശക്തി ഉണ്ടാകുമോ? സുറുമയോട് പറഞ്ഞാൽ പിന്നെ അവൾ നിലവിളിയാവും. ആരെങ്കിലും ഒരാളില്ലാതെ എങ്ങനെയാണ് അവിടം വരെ ഒന്ന് പോവുക? എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ എന്തു ചെയ്യും? എന്താ മോനെ, എന്തു പറ്റി? പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണം, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ, നീ ഒന്ന് തെളിച്ചു പറയും. വേറെ ഒന്നുമില്ല, വേറെ ആരോടും പറയണ്ട. മെഹറു സഞ്ചരിച്ച വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പടച്ചറബേ, എന്നിട്ട് ആരും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസുകാരാണ് വിളിച്ചത്. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എൻ്റെ കുട്ടികൾക്ക്? നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പോകണം. എന്നാൽ വേഗം ഇറങ്ങുമോനെ, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഉമ്മ അകത്തുനിന്ന് വന്ന് ഉപ്പയെ നോക്കി. റഫീഖ് മോനെ, എന്താണെന്നറിയില്ല, മെഹ്റൂവിനെ വിളിച്ചിട്ട് കുറേ നേരമായല്ലോ, കിട്ടുന്നില്ലല്ലോ. ചുരം കയറുന്നതല്ലേ ഉമ്മ, റേഞ്ച് ഉണ്ടാവില്ല. എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ നിന്ന് വേർക്കുന്നത്? എന്ത് ചൂടാടി, പിന്നെ വേർക്കാതിരിക്കുമോ? ഉപ്പ മനഃപൂർവ്വം ഉമ്മയിൽ നിന്നും മറച്ചു പിടിച്ചു. 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഇതുകൂടി താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് ഉപ്പായിക്ക് നന്നായിക്ക് അറിയാമായിരുന്നു. അതല്ല, 2 കൂടി എങ്ങോട്ടാ പോകാനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നല്ലോ. 2 കച്ചവടത്തിൻ്റെ ടീം വന്നിട്ടുണ്ട്, അടം വരെ ഒന്ന് പോവുകയാണ്. സുറുമി അടുക്കളയിൽ നിന്നും വന്ന് അവരുടെ അടുത്തായി. ഇക്ക, ഒരു കാര്യമുണ്ട്, ഒന്നിങ്ങ് വയ്യേ. എന്താടി, എന്തു പറ്റി? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ വിതുമ്പി. എന്താടി, എന്തു പറ്റി? അവൾ വാട്സാപ്പ് തുറന്ന് അതിൽ നിന്ന് വന്ന വാർത്ത റഫീഖിനെ കാണിച്ചു. അടിവാരത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. വിതുമ്പി കരയാനിരുന്ന അവളുടെ വായി പൊത്തിപ്പിടിച്ചു. കരയല്ലേ പെണ്ണെ, ഇതൊന്നും സഹിക്കാനുള്ള ശക്തി ഉമ്മാക്കുണ്ടാവില്ല. ഞാനും നേരത്തെ അറിഞ്ഞതാ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നീ ഇതൊന്നും അറിഞ്ഞ ഭാവം പോലും കാണിക്കാനോ TV തുറക്കാനോ പാടില്ല. ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വരും. നമ്മളെ കുഞ്ഞിപ്പാത്തു, ഇങ്ങനെ എന്നെ ബേജാറാക്കല്ലേ പെണ്ണെ, എനിക്കിതൊന്നും സഹിക്കാനാവുന്നില്ല. റഫീഖേ, വാ നമുക്ക് പോവാം, സമയം കുറയാവുന്നു. ഇപ്പോൾ ധൃതി കൂട്ടി. സുറുമി, അവർ എങ്ങോട്ടാണ് പോയത്? എന്തോ ഇടങ്ങാറുണ്ടല്ലോ. എന്തടങ്ങാറ്? ഉമ്മാക്ക് തോന്നിയതായിരിക്കും. എന്താ എൻ്റെ കണ്ണുമ്പൂറും വല്ലാണ്ടിരിക്കുന്നത്? നീ കരഞ്ഞിനാ? അടുക്കളയിൽ പുകയടിച്ചിട്ടമ്മ. എൻ്റെ മോള് ആദ്യമായിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ പുകയടിക്കുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവും. വന്നു വല്ലാതെ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇനിയും അവിടെ നിന്നാൽ ഉമ്മാനോട് സത്യം തുറന്ന് പറഞ്ഞു പോകും. എന്നതിനാ സുറുമി അകത്തേക്ക് നടന്നു. ഈറ്റകൾക്ക് എന്തിനാ ഫോണ്? വിളിച്ചാലൊന്ന് ഫോണെടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എത്ര നേരമായി വിളിക്കുന്നത്? മെഹ്റൂനെയും നൂറയും വിളിച്ചിട്ട് കിട്ടാത്ത കലിപ്പിൽ ഉമ്മ പിറുവെടുത്തു. കുറച്ച് നേരത്തെ അവർ വിളിച്ചിരുന്നു ഉമ്മ, ഒരു ചുരം കയറാൻ തുടങ്ങിയായിരുന്നു. സുറുമി വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ മാത്രം എന്താ എടുക്കാത്തത്? ഉമ്മാൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ലോകത്തുള്ള എല്ലാവർക്കും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട്, അവനെ മാത്രം വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? ആങ്ങളെയും പെങ്ങളും കൂടി എന്നെ വല്ലാതെ പൊട്ടത്തിയാക്കുന്നുണ്ട് ഈയിടെയായിട്ട്. സുറുമി ചെറുതായൊന്ന് ചിരിച്ചു നിർത്തി അകത്തേക്ക് കയറി. ബാത്റൂമിലെ പൈപ്പ് തുറന്നിട്ട് അവൾ പൊട്ടിക്കരയുകയായിരുന്നു. മനസ്സിൽ തോന്നിയ സങ്കടങ്ങളെല്ലാം അവൾ കരഞ്ഞു കളഞ്ഞു. എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തില്ല റബ്ബേ. അവൾ ശരീരം വൃത്തിയാക്കി നിസ്കാരക്കുപ്പായം അണിഞ്ഞു. നീ എല്ലാ നിസ്കാരവും കഴിഞ്ഞതാണല്ലോ, പിന്നെന്താ ഈ സമയത്തൊരു നിസ്കാരം? ഒന്നുമല്ലാത്തൊരു സമയം? ഉമ്മ ചോദിച്ചു. 2 സുന്നത്ത് നിസ്കാരം നെയ്യത്തുണ്ടുമ്മ. നിസ്കരിക്കാനായി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരാണ് റബ്ബേ, അവർക്കൊന്നും വരുത്തരുതേ. സുറുമി നിസ്കാരപ്പായിൽ നിന്നും എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. തസ്ബീഹ് ചൊല്ലലും ഓത്തും നിസ്കാരമായി അവൾ അവിടെ തന്നെ കൂടിയിരുന്നു. ഉമ്മ ഒരിക്കൽ കൂടി അവളുടെ അരികിലേക്ക് വന്നു. എന്താ എൻ്റെ കുട്ടീന്ന് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. ഇത്രത്തോളം എന്നെ വേദനിപ്പിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? സുറുമിയുടെ ചുണ്ടുകൾ വിതുമ്പി വിറിച്ചു. അതുകൊണ്ട് ഉമ്മാക്കും സഹിക്കാനായില്ല. അവർ അവളെ ചേർത്ത് പിടിച്ചു. എന്താ മോളെ, എന്നോട് പറയീ. ഉമ്മ, നിങ്ങൾ ബേജാറാവരുത്. ഇല്ല, ഞാൻ ബേജാറാവില്ല, ഈ കാര്യം പറയും. നമ്മുടെ നൂറും മെഹ്റും തിരിച്ചു വരുന്ന വഴി വണ്ടിയൊന്ന് ആക്സിഡൻ്റായി. പടച്ചോനെ. കുറച്ചു നേരം മിണ്ടാതിരുന്ന ഉമ്മയുടെ കണ്ണുകൾ പതിയെ പുറകിലോട്ട് മറയുന്ന പോലെ തോന്നി. ഉമ്മ, അവൾ അലറി വിളിച്ചു. കുലുക്കി വിളിച്ചിട്ടും ഒന്നും ഉമ്മ അനങ്ങുന്നുണ്ടായിരുന്നില്ല. സുറുമി നിസ്കാരക്കുപ്പായത്തിൽ അടുക്കളയിലേക്ക് ഓടി. വെപ്രാളത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഉമ്മയുടെ മുഖമൊന്ന് കഴുകി. പതിയെ അവർ കണ്ണു തുറന്നുവെങ്കിലും അവരുടെ ശരീരം അപസ്മാര രോഗിയെപ്പോലെ ഒന്ന് വിറച്ചുകൊണ്ടിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അലറി വിളിച്ചു.
സുറുമിയുടെ നിലവിളി കേട്ടിട്ടാവണം അടുത്ത വീട്ടിൽ നിന്നും ആളുകൾ ഓടിയെത്തിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയാതെ സുറുമി തപ്പിത്തറഞ്ഞു. നിലത്ത് വിറച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മയെ എല്ലാവരും താങ്ങി പിടിച്ച് കട്ടിൽ കിടത്തി. പതിയെ പതിയെ ഉമ്മ അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. എന്താ സംഭവിച്ചത്? ഓടിക്കൂടിയ നാട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. മെറുവിൻ്റെയും നൂറയുടെയും വണ്ടി ആക്സിഡൻ്റായി. അത് കേട്ട ഷോക്കാണ്. 2 അറ്റാക്കൊക്കെ കഴിഞ്ഞ വ്യക്തിയല്ലേ, എന്തിനാ അവരോട് പറയാൻ പോയത്? ആ പെണ്ണൊരു ബർക്കത്തില്ലാത്ത പെണ്ണാട്ടോ. ഇനി എന്തൊക്കെ ആ ചൈക്കൻ സഹിക്കണം. ഒരിടയ്ക്ക് ഭ്രാന്ത് പോലെ ആയത് അവന്. ഇപ്പോൾ ആക്സിഡൻറ്റ്. തൊളി വെളിപ്പൊന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബർക്കത്തില്ല. ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മയ്ക്ക് വീണ്ടും വിറയൽ ആരംഭിച്ചു. വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. നാട്ടുകാരിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എവിടെ നിന്നോ വന്ന അവർ ഒരു കാർ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തി. 2-3 ചെറുപ്പക്കാർ ഉമ്മയെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി. സുറുമിയും അവരോടൊപ്പം കാറിൽ കയറി. വണ്ടി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തു ചെയ്യണം, ആരെ വിളിക്കണം എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. വിളിച്ചാൽ അവർ അവിടെ നിന്നും ബേജാറാവും. ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് എന്തു ചെയ്യാനാവും? സുറുമയുടെ അടുത്തിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അവളുടെ തോളത്തൊന്നും തട്ടി. എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ? ആ വാക്കുകൾ ചെറുതൊന്നുമല്ല അവൾക്ക് ആശ്വാസമേകിയത്. ബാക്കി എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ അയാൾ മാത്രം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ആശ്വസിപ്പിക്കലിൽ എന്തോ ഒരു പന്തികേട് സുറുമിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ശരീരഭാഗങ്ങളിലൊക്കെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1-2 തവണ അവൾ തട്ടിമാറ്റിയെങ്കിലും വീണ്ടും വീണ്ടും അവളെ തൊട്ടുരുമിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് ഉമ്മയുടെ ജീവനും മറുവശത്ത് തൻ്റെ ശരീരവും പ്രശ്നത്തിലാണ് എന്ന് അവൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ നിന്നു. 2 ചെറുപ്പക്കാർ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റു വാഹനങ്ങൾ നീക്കാനുള്ള ശ്രമമായി. സുറുമിക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് അപ്പോൾ കൂടുതൽ സന്തോഷമായി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. പ്ലീസ്, അയാളോട് അവൾ കൈകൂപ്പി. അയാളുടെ ചെവിക്കരികിലേക്ക് ചെറുതായി അടുത്തു. ഒരു രഹസ്യം പോലെ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. ഇപ്പോൾ ഉമ്മയുടെ ജീവനല്ലേ വലുത്. എൻ്റെ കൈയൊന്ന് അവിടെ ഇരുന്നോട്ടെ. ഷേ, അവൾ ലജ്ജിച്ച് തലചാത്തി. ഒരു കുഴപ്പമില്ലാത്തൊരു ഉപകാരം. ഇത്രയൊക്കെ മെനക്കെടുന്നതല്ലേ മോളെ. അയാളുടെ കൈകൾ അനുസരണയില്ലാത്ത പോലെ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടന്നു. സുറുമി കൂട്ടിലാവപ്പെട്ട മാൻപേടയെ പോലെയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ. അമ്മയുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിറയൽ കൂടി വരുന്നു. അവൾ കരച്ചിലിൻ്റെ വക്കത്തായിരുന്നു. അയാൾ അവളെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളും ചുണ്ടും എല്ലാം അയാളെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. സുറുമിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയാളുടെ കൈകൾ അവളുടെ മാരടങ്ങൾ തഴുകി കടന്നുപോയപ്പോൾ ഒരു പാമ്പ് ശരീരത്തിൽ ഇഴഞ്ഞു പോയ വെറുപ്പായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അയാൾ തോളത്ത് കൈവച്ച് ഉമ്മയെ അയാൾ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി വിളിക്കുന്നുണ്ടെന്നും മറുപടിയില്ലായിരുന്നു. ബ്ലോക്കുകളിൽ നിന്നും മാറി ഒടുവിൽ വണ്ടി ആശുപത്രിയുടെ മുറ്റത്തെത്തി. ചെറുപ്പക്കാർ വളരെ ഉത്സാഹത്തോടെ ഉമ്മയെ സ്ട്രെച്ചറിൽ മാറ്റി. അപ്പോഴും അയാൾ അവളെ ചുറ്റി നിന്നു. നീ കൊള്ളാലോടി പെണ്ണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ചേട്ടനുണ്ടാവട്ടോ. ചേട്ടാ, ഒരാളെ മരിക്കാൻ കിടക്കുമ്പോൾ മുതലാക്കലുണ്ടല്ലോ. ഇനി എൻ്റെ കണ്ണിൽ ചേട്ടൻ്റെ മുഖം കണ്ടുപോയാലുണ്ടല്ലോ അടിച്ച് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റും ഞാൻ. അയ്യടാ, ഒരു പുണ്യാളത്തി. എന്നോടൊപ്പം എല്ലാം ആസ്വദിച്ച് ഇപ്പോൾ വലിയ നല്ല പുള്ളി ചമയ്ക്കുകയല്ലേ. നിനക്കിഷ്ടമില്ലായിരുന്നെങ്കിൽ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന കുട്ടികളോടെങ്കിലും നീ ഒന്നും മിണ്ടുമായിരുന്നില്ലേ? അവിടുന്ന് ഇവിടെ വരെ എന്നെ താൻ കാട്ടിക്കൂട്ടിയത് മുഴുവൻ എന്നെക്കൊണ്ട് ചേട്ടൻ വിളിച്ചു പറയിപ്പിക്കരുത് കേട്ടോ. വിളിച്ചു പറയടേ. അതിനു മുമ്പ് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. അയാൾ മൊബൈൽ തുറന്ന് തനിക്കരികിലിരിക്കുന്ന സുറുമിയെയും അയാൾ തലോടുമ്പോൾ അനങ്ങാതെ ഇരിക്കുന്ന അവളെയും അയാൾ കാണിച്ചു കൊടുത്തു. അനങ്ങാൻ കഴിയാതെ അവൾ സ്തംഭിച്ചു നിന്നു. സൗകര്യം പോലെ ഞാൻ വീട്ടിലേക്ക് വരാം. അവിടെ വെച്ച് ഇതിൻ്റെയൊക്കെ ബാക്കിയൊക്കെ നമുക്കൊന്ന് ചെയ്യണ്ടേ? എൻ്റെ പെങ്ങളെ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? ഉമ്മയുടെ അടുത്തല്ലേ? ഈ ജോർജ് ചേട്ടൻ ഇങ്ങനെയാണ്, ഒരാളെ പരിചയപ്പെട്ടാൽ പിന്നെ വിടൂല. അയാൾ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നാൽ നിങ്ങൾ വിട്ടോടാ, ഈ കൊച്ചു മാത്രമല്ലേ ഉള്ളൂ, ഞാനിതിൻ്റെ കൂടെ നിൽക്കാം. അയ്യോ, അതിൻ്റെ ആവശ്യമില്ല, ചേട്ടൻ പോയിക്കോ, സുറുമി പറഞ്ഞു. വേണം, ആവശ്യമുണ്ട്. കാര്യക്കാരനും കാര്യസ്ഥനും ഒക്കെ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിനക്കൊരു കൈസഹായത്തിന് ഇപ്പോൾ ഇവിടെ ആരാണുള്ളത്? അവൾ വേറൊന്നും പറയാൻ നിന്നില്ല. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കയറിപ്പോയി. ഉമ്മയുടെ പ്രഷർ വല്ലാതെ താഴ്ന്നിരുന്നു. ഡോക്ടർമാർ ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ നൽകി. ഉമ്മയുടെ ശരീരത്തിൽ നിന്നും പതിയെ ക്ഷീണം മാറി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിൻ്റെ വിരയിൽ നിന്നു. അവർ കണ്ണുകൾ തുറന്നു. എൻ്റെ കുട്ടികൾക്കെന്തായി? കുഴപ്പമൊന്നുമില്ലമ്മ. അത് ഈ പറയുന്നതല്ലേ? എനിക്ക് അവരെ ഒന്ന് വിളിച്ചതാ. ഉമ്മ അവരെ വിളിച്ചാൽ കിട്ടില്ല, അവ വാർഡിലല്ലേ. ഇത് ഒരു ഹോസ്പിറ്റലല്ലേ സുറുമി.
ഇവിടെ നിന്നല്ലേ നിന്നെ വിളിച്ചത്? നിന്റെ കയ്യിലല്ലേ ഫോണുള്ളത്? പിന്നെ എന്താണ് അവർക്ക് വിളിക്കാൻ കഴിയാത്തത്? എൻ്റെ കുട്ടികൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണെന്ന് എനിക്കറിയാം. ഉമ്മ, നിങ്ങൾ എന്നെ കൂടി സങ്കടത്തിലാക്കല്ലേ? ഉപ്പയും റഫീഖും പോയത് അവരുടെ അടുത്തേക്കാവൂല്ലേ അമ്മ? അതേ അമ്മ, എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അല്ലെങ്കിൽ ആ തന്ത അങ്ങനെ വേർക്കില്ലല്ലോ. പണ്ട് മുതലേ അങ്ങനെയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായ പുള്ളി വേർത്ത് കുളിക്കും. അതൊന്നും താങ്ങാനുള്ള ശക്തിയൊന്നും മൂപ്പർക്കില്ല. ഹൈ, ഉമ്മ ചുള്ളത്തിയായല്ലോ. തൊട്ടു പുറകിൽ നിന്നും അയാൾ പറഞ്ഞപ്പോൾ സുറുമി ഞെട്ടിപ്പോയി. നീ ഏതാ? ഞാനല്ലേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ടാണ്. ഉമ്മാക്ക് സുഖമില്ലാന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനങ്ങ് വന്നു. വിളിച്ചു പറയുക? ഞാനോ? സുറുമി ചോദിച്ചു. അല്ല, വിളിച്ചു പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം? ഒരു അത്യാവശ്യത്തിനല്ലേ ആളുകളെ ഉപയോഗിക്കുക അല്ലമ്മ? സുറുമി അയാളെ ഒന്ന് നോക്കി. സിസ്റ്റർ ഒരു മരുന്ന് കുറിപ്പുമായി അവർക്കരികിലെത്തി. ഈ മരുന്നുകൾ ഉടനെ വാങ്ങണം. മച്ചി, നിങ്ങളധികം സംസാരിക്കണ്ട, കിടന്നോളൂ. അയാൾ പെട്ടെന്ന് മരുന്നിൻ്റെ കുറിപ്പ് വാങ്ങി. ഇതൊക്കെ ഞാൻ വാങ്ങിത്തരൂ, അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്? സുറുമിക്ക് ഒന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. ഉമ്മയെ ECG റൂമിലേക്ക് കൊണ്ടുവരണം കേട്ടോ. നീ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം, അയാൾ വിളിച്ചു പറഞ്ഞു. എന്ത് സ്നേഹമുള്ള മനുഷ്യൻ! എന്നിട്ട് നീ ഇയാളെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ? ഉമ്മ സുറുമിയോട് ചോദിച്ചു. എന്ത് പറയണമെന്നറിയാത്ത അങ്കലാപ്പിലായിരുന്നു. പോയ അയാൾ ഉടൻ തന്നെ തിരികെ വന്നു. നീ തനിച്ചായി ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. അവൾ അയാൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു. നിന്റെ കോമാളിത്തര ഇന്നത്തേക്ക് നിർത്തിയേക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല. നിർത്തിക്കോളാം മോളെ. പക്ഷേ ഈ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിലിടും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. ഉമ്മയെ ഒന്ന് ECG റൂമിൽ കയറ്റി. ഉമ്മയെ പരിശോധനയ്ക്കായി ECG റൂമിൽ കയറ്റി. എടി കൊച്ചേ, മോഹിച്ചു പോയി. എനിക്ക് നിന്നെ ഒന്ന് വേണം. ഒരു 2 മണിക്കൂർ എന്താ നടക്കുമോ? അവൾ അയാളെ തീഷ്ണമായെന്ന് നോക്കി. റഫീഖിൻ്റെ ഫോൺ വരുന്നുണ്ടായിരുന്നു. അവൾ ഫോണെടുത്ത് ചെവിയോട് അടുപ്പിച്ചു. എന്തായിക്ക? അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു. എടി, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കണം. വണ്ടി പൊളിച്ചാണ് രണ്ടുപേരെയും പുറത്തെടുത്തത്. പാത്തുവിന് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ അവരുടെ നില അതീവ ഗുരുതരമാണ്. ഞാനിവിടെ ഹോസ്പിറ്റലാണ്. ഏത് ഹോസ്പിറ്റലിൽ? എന്താ പറ്റിയത്? ചുണ്ടയിൽ EMSൽ. ഉമ്മ കുഴഞ്ഞു വീണു. എങ്ങനെ? എന്താ സംഭവം? ഉമ്മ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ടോ? പെട്ടെന്ന് ഉമ്മ തളർന്നു നിന്നു. എൻ്റെ നിലവിളി കേട്ട് കുറച്ച് ആളുകൾ ചേർന്ന് ഉമ്മാനെ ഇവിടെ എത്തിച്ചു. അടിപൊളി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഉമ്മാനോടൊന്നും പറയരുതെന്ന്. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാനായില്ലക്ക. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ECG എടുക്കാൻ കയറ്റിയിട്ടുണ്ട്. പടച്ചോനെ, ഇത് ഞാൻ എങ്ങനെ ഇനി ഉപ്പാനോട് പറയും? തൽക്കാലം പറയണ്ടക്ക. പിന്നെ പറയാതെ എന്ത് ചെയ്യും സുറുമി? ഉമ്മയുടെ കൂടെ വന്നതാരാണ്? ഇക്ക, ഫോൺ വെച്ച് നേഴ്സ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ നേഴ്സിനരികിലേക്ക് എത്തിയിരുന്നു. എങ്ങോട്ടാടോ തള്ളിക്കേറി? ഒന്ന് പുറകോട്ടൊന്നേ, സുറുമി അയാളോട് പറഞ്ഞു. ഇയാൾ നിങ്ങളുടെ ആരാ? എൻ്റെ ആരുമല്ല സിസ്റ്റർ, എൻ്റെ കൂടെ വന്നതാണ്. മോളെ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം വീട്ടിൽ വെച്ചല്ലേ തീർക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണോ? ഇതൊക്കെ മോശമല്ലേ? രണ്ടാളും ഉടക്കിലാണല്ലേ? തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഡോക്ടർ വിളിക്കുന്നുണ്ട്. സുറുമിയോടൊപ്പം അയാളും ഡോക്ടറുടെ മുറിയിലേക്ക് പോയി. കുറച്ച് പ്രശ്നമുണ്ട്. ECGയിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാരമില്ല സാറേ, കിടന്നോട്ടെ, അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് മാത്രമല്ല, 4 ബ്ലോക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം. സുറുമിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. വിങ്ങിപ്പൊട്ടിയ അവളെ അയാൾ ചേർത്ത് പിടിച്ചു. അയാളിൽ നിന്നും ഒരു അസ്വസ്ഥതയോടെ അവൾ കുതറി മാറി. സർ, അത് നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ സുറുമിയോട് ചോദിച്ചു. സർ, ശരിക്കും സത്യത്തിൽ എൻ്റെ അനിയൻ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജിലാണ്. ആ വാർത്ത അറിഞ്ഞാണ് അമ്മയ്ക്ക് സുഖമില്ലാതായത്. അച്ഛനും ഹസ്ബൻഡും കോഴിക്കോടാണുള്ളത്. പെട്ടെന്നൊരു സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, സർജറിക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം, അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, ഒന്ന് പുറത്തേക്ക് പോരൂ, ഒരു സമാധാനം തരുമോ നിങ്ങൾ? സുറുമി അവളുടെ ദേഷ്യം മുഴുവൻ അയാൾക്ക് മുകളിൽ തീർത്തു. ഹസ്ബൻഡ് കോഴിക്കോടാണ് എന്നല്ലേ പറഞ്ഞത്? ഇതാരാണ്? ഡോക്ടർ ചോദിച്ചു. അമ്മയെ കൊണ്ടുവരാൻ കൂടെ വന്നാണ് സർ. അയാൾക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ തനിക്ക് അമ്മയുടെ സർജറി പെട്ടെന്നാക്കിക്കൂടെ? വൈകുന്നവരും അവരുടെ ജീവൻ അപകടത്തിലാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇനി നിങ്ങളുടെ ഇഷ്ടം. അയാൾ സുറുമിയുടെ അരികിലെത്തി. എൻ്റെ പിടിവാശി കൊണ്ട് ഉമ്മയുടെ ജീവൻ അപകടത്തിലാക്കണോ? വീണ്ടും അയാളുടെ കൈകൾ അവളുടെ തോളത്ത് വെച്ചു. പതിയെ അത് കഴുത്തിലൂടെ ഇഴഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് എപ്പോഴേക്ക് സർജറിക്ക് തയ്യാറാവാൻ കഴിയും? ഞാനൊന്ന് ആലോചിച്ചിട്ട്. അധികം ആലോചിക്കാനൊന്നുമില്ല.
എത്രയും പെട്ടെന്ന് മറുപടി തരണം. അമ്മയുടെ ജീവൻ ഓരോ നിമിഷം അപകടത്തിലാണ്. ECGയുടെ പേപ്പറുകൾ നിർത്തി അപകടകരമായ സ്റ്റേജ് അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. സർജറിക്കുള്ള ഏറ്റവും അടുത്ത ഒരു ദിവസം തന്നെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, അയാൾ ഡോക്ടറോട് പറഞ്ഞു. അവളുടെ കൈയും പിടിച്ച് അയാൾ പുറത്തേക്ക് നടന്നു. യന്ത്രത്തെ പോലെ അയാൾക്കൊപ്പം അവൾ നടക്കുകയായിരുന്നു. യാന്ത്രികമായ ഒരു ലോകത്തായിരുന്നു അവൾ. ചുറ്റും നടക്കുന്നൊന്നും അവൾക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല. മുഴുവനായും അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. 2 മണിക്കൂറിന് വേണ്ടി ഉമ്മയെ കൊലയ്ക്ക് കൊടുക്കണോ? അയാൾ ഒരു രഹസ്യം പോലെ അവളുടെ കാതിൽ ചോദിച്ചു. ഞാനെന്താ ചെയ്യേണ്ടത്? ആ മിടുക്കി, ഇങ്ങനെ ആവണം പെൺകുട്ടികളായാൽ. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ നീയൊന്ന് സഹകരിച്ചാൽ മതി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ നല്ലതാണ് മോളെ. നിന്റെ ഉമ്മാൻ്റെ ഓപ്പറേഷൻ നടക്കും, ഞാൻ നടത്തിത്തരും. ഓപ്പറേഷൻ നടക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരണം. കുറച്ചു നേരം കൂടെ ഇരുന്നപ്പോൾ വല്ലാതെ മോഹിച്ചു പോയിന്നേ. മോഹിച്ചത് തീർന്നില്ലെങ്കിൽ ജോർജ് ചേട്ടന് ഒരു ഉറക്കം കിട്ടില്ല. അതുകൊണ്ടാണ്. എൻ്റെ ഉമ്മാൻ്റെ ഓപ്പറേഷനും ഇത് തമ്മിൽ എന്താ ബന്ധം? വോൾക്ക് ഓപ്പറേഷന് വേണ്ട പൈസ ഞാൻ ഇറക്കിത്തരും. അതിന് പൈസയ്ക്ക് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞു. അതാരെങ്കിലും പറയണോ മോളെ? അറിഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്താൽ പോരെ? ജോർജ് ചേട്ടാ, എനിക്കൊരു ആങ്ങളയുണ്ട്. അവനെങ്ങാനും ഇതറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ വെട്ടിത്തുണ്ടമാക്കി വാഴയ്ക്ക് വളവിടും. മെഡിക്കൽ കോളേജിൽ ചാകാൻ കിടക്കുന്ന അവനും ഹിമാചലിൽ ഒരുത്തനെ വെട്ടിക്കൊന്ന അവളും ഇനി ആര് ചോദിക്കാൻ വരാനാണ്? എത്ര കാലം നീ ഇങ്ങനെ ഒരു മച്ചയായി നിൽക്കും? നിനക്ക് വേണ്ടി ഒരു കുട്ടിയെ, ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് കാര്യം നടക്കും. എനിക്കൊരു സമാധാനം ഉണ്ടാവും. തനിക്കൊരു വിത്തുകാള എന്ന ബോർഡ് എഴുതിക്കൂടായിരുന്നു കഴുത്തി തൂക്കാൻ ജോർജ്? ജോർജ് എന്നുള്ള പേരിനേക്കാൾ നല്ലത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോലും സാധിക്കാത്ത ശിഖണ്ഡിയായ ഒരുത്തൻ്റെ കൂടെ നീയുള്ളപ്പോൾ ആദ്യം നീ അവന് ശിഖണ്ഡി എന്ന് പേര് തൂക്കുന്നതാവും നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. സുറുമിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കാണ് ഈ നോവൽ ഇനി കടന്നു പോകുന്നത്. സുറുമിയുടെയും നൂറയുടെയും മെഹ്റൂവിൻ്റെയും അവളുടെ ഉമ്മയുടെയും ജീവനും ഒക്കെ അടുത്ത ഭാഗങ്ങളിലാണ്. പ്രിയപ്പെട്ടവർ, എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു.